Hi students, welcome back to X and Y Learning. So ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ ഇൻറ്റിജേഴ്സ് ആണ്. അതായത് ഇൻറ്റിജേഴ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഇൻറ്റിജേഴ്സിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് ഓരോ കേസ് ടു കേസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അഡീഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ബേസിക് അഡീഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 5+2 ഞാൻ നമ്പർ ലൈൻ എടുക്കാം. നമ്പർ ലൈനിൽ എങ്ങനെയാണ് ഈ ഒരു 5+2 എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ 2 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നമ്പർ ലൈൻ്റെ റൈറ്റ് സൈഡിലോട്ട്, അതായത് ഇൻക്രീസ് ചെയ്യാണ്. സോ ഒബ്വിയസ്ലി റൈറ്റ് സൈഡിലോട്ടാണ് പോവുക. അപ്പോൾ വീണ്ടും ഒരു 1 കൂടി ഇൻക്രീസ് ചെയ്യുക, അതായത് അൾട്ടിമേറ്റ്ലി 2 ആണ് ഇൻക്രീസ് ചെയ്യാനുള്ളത്. നമ്മൾ എവിടെ എത്തി? 7 അപ്പൊ അങ്ങനെയാണ് നമുക്ക് 5+2 എന്നുള്ളത് ആൻസർ 7 ആയിട്ട് കിട്ടുന്നത്. ഇനി നേരെ തിരിച്ച് 2+5 ചെയ്താലോ? അപ്പോഴും നമുക്ക് ആൻസർ എന്ത് തന്നെയാണ് വരിക? 7 തന്നെയാണ് വരിക. അപ്പോൾ നമുക്കത് നമ്പർ ലൈൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, അതിലേക്ക് 5 ആഡ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 കൃത്യമായിട്ട് ആഡ് ചെയ്തു. നമ്മൾ എവിടെ എത്തി? 7 ഓക്കെ, ഇനി ഇതാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡീഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് കേസും രണ്ട് നമ്പേഴ്സും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? നമുക്ക് നെഗറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ അഡീഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഇതൊരു നമ്പർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് -5+2 എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു കേസ് ഞാൻ അവിടെ തന്നെ എടുക്കുകയാണ്, -2+5 എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു കേസ് അവിടെ കൺസിഡർ ചെയ്യാം, 5+-2. അടുത്തത് 2+-5. ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമ്പർ ലൈനിൽ എന്ത് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് -5+2 എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് നോക്കാം, -5 ഇതാണ് -5. അപ്പോൾ -5+2 ഒരു പോസിറ്റീവ് 2 ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി റൈറ്റ് സൈഡിലോട്ടാണ് പോവുക. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് റൈറ്റിലോട്ട് പോയി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, -3 ആണ്. ഇനി -2+5 നോക്കാം, -2+5 ഓക്കെ. അപ്പോൾ 1 2 3 4 5 നമുക്ക് കിട്ടുന്ന ആൻസർ 3 ആണ്, പോസിറ്റീവ് 3 ആണ്. ഇനി 5+-2 5ലേക്ക് നമ്മൾ -2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ഒബ്വിയസ്ലി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് 5 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അതിലേക്ക് നമ്മൾ -2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ 2 ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ റൈറ്റിലോട്ടാണ് പോവുക, ബട്ട് -2 ആണ് ആഡ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ നേരെ റിവേഴ്സ് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആൻസർ എന്താ വരുന്നത്? 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 2+-5. ഓക്കെ, ജസ്റ്റ് നോക്കാം, 2+ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റിലോട്ടാണ് പോവുക, ബട്ട് നമുക്ക് പോസിറ്റീവ് നമ്പർ അല്ല ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് നെഗറ്റീവ് നമ്പർ ആണ്. ദാറ്റ് മീൻസ് 2+-5 ആണ് വരുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ലെഫ്റ്റിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. 1 2 3 4 5 ഏതാ നമുക്ക് ആൻസർ വരുന്നത്? -3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. -3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി ഇപ്പൊ നമ്മൾ രണ്ട് കേസാണ് നോക്കിയത്, രണ്ടും പോസിറ്റീവ് ആവുന്ന കേസ്, അതുപോലെ തന്നെ ഒന്ന് നെഗറ്റീവ് ആവുന്ന കേസ്. ഇനി രണ്ടും നെഗറ്റീവ് ആയുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ ആയിട്ട് -5+-2 അല്ലാന്നുണ്ടെങ്കിൽ -2+-5 ഇങ്ങനെ വരുന്ന കേസ് എങ്ങനെയായിരിക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ -5 എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്ക് നമ്പർ ലൈനിൽ ആദ്യം ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമുക്ക് -5 വരുന്നത്. -5+-2 നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് തന്നെ. പോസിറ്റീവ് നമ്മൾ
നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് തന്നെ പോസിറ്റീവ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി റൈറ്റിലോട്ടാണ് പോവുക. ബട്ട് ഇവിടെ നമുക്ക് -2 ആണ് ആഡ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ലെഫ്റ്റിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. എത്രയാണ് വരിക? -7 ആണ് നമുക്ക് വരിക. -7. ഇനി -2 + -5. -2 + -5. -2 + -5. ഓക്കെ, അപ്പൊ ഇതാണ് -2 വരുന്നത്. -5 ആണ് ആഡ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. 1 2 3 4 5. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് -7 ആണ് വരുന്നത്. ഓക്കെ, -7 ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് അഡീഷന്റെ കേസിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്തും കൂടി വരും? സബ്ട്രാക്ഷന്റെ കേസും കൂടി നമുക്ക് വരും. സബ്ട്രാക്ഷന്റെ കേസിൽ നമ്മൾ ഇത്രയും കേസസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കേസസിന്റെയും ആൻസർ എന്തായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ 5 - 2. ഓക്കെ, നമ്പർ ലൈനിൽ നമ്മൾ 5ൽ നിന്ന് 2 കുറക്കാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. 5ൽ നിന്ന് 2 ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആൻസർ 3 ആണ് വരിക. ഇനി 2 - 5 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. 2 - 5. ഓക്കെ, 2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഉണ്ട്. -5. 1 2 3 4 5. നമുക്ക് കിട്ടുന്ന ആൻസർ -3 ആണ്. ഓക്കെ, കിട്ടുന്ന ആൻസർ -3 ആണ്. ഇനി -5 - 2. -5ൽ നിന്ന് നമ്മൾ -2 ഓർക്കണം. ഓക്കെ, അപ്പൊ -5 - 2. ഓക്കെ, -2. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ആൻസർ -7 ആണ്. ഓക്കെ അല്ലേ? ഇനി -2 - 5. -2ൽ നിന്ന് നമുക്ക് 5 ഓർക്കണം. -2ൽ നിന്ന് 5 ഓർക്കണം. -2ൽ നിന്ന് 5 ഓർക്കണം. ഇതാണ് -2. അതിൽ നിന്ന് 5 ഓർക്കണം. 1 2 3 4 5. ദാറ്റ് മീൻസ് നമുക്ക് -7 കിട്ടും. ഇനി രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ആവും. അപ്പോൾ 5 + 2 എന്നായിട്ട് മാറും. 5 + 2 ദാറ്റ് മീൻസ് 7 ആവും. ഇവിടെ അതേപോലെ തന്നെ 2 - -5 എന്താവും? 2 + 5 ആവും. അത് നമുക്ക് 7 ആയിട്ട് വരും. അപ്പൊ അതിന്റെ ലോജിക്കും കൂടി നമുക്ക് നമ്പർ ലൈനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണത് രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുന്ന സമയത്ത് പോസിറ്റീവ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അവിടെ ചെയ്യാനുള്ളത് 5 - -2 ആണ്. അപ്പൊ 5, ഇതാണ് 5 എന്ന് പറയുന്ന നമ്പർ. 5ൽ നിന്ന് നമുക്ക് കുറക്കണം. ഓക്കെ, നമുക്ക് 2 ആണോ കുറക്കേണ്ടത്? 5ൽ നിന്ന് 2 കുറക്കണം എന്ന് പറഞ്ഞാൽ 5 - 2 എന്നാണ് നമ്മൾ പറയാം. പക്ഷെ നമുക്ക് ഇവിടുന്ന് 5 നിന്ന് 2 അല്ല കുറക്കേണ്ടത്, മറിച്ച് -2 ആണ് കുറക്കേണ്ടത്. അപ്പൊ 5ൽ നിന്ന് 2 കുറക്കണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവുക. പക്ഷെ 5ൽ നിന്ന് -2 ആണ് കുറക്കാനുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ റിവേഴ്സ് ലോജിക് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ദാറ്റ് മീൻസ് അത് അൾട്ടിമേറ്റ്ലി എന്തായിട്ട് മാറും? 5 + 2 ആയിട്ട് മാറും അല്ലെ? റൈറ്റിലോട്ട് 2 പോവാന്ന് പറഞ്ഞാൽ 5 + 2 തുല്യം തന്നെയല്ലേ? സോ ആ രൂപത്തിലാണ് രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അതിനെ എന്തിലോട്ട് മാറ്റുന്നത്? പോസിറ്റീവ് സൈൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി ഇവിടെ എന്തായിട്ട് മാറും? അപ്പോ -5 - പ്ലസ് ആണ് +2. -5 + 2 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ആ ഒരു അഡീഷന്റെ കേസിൽ -5 + 2 യെസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? -3 ആണ്. -3 ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്തായിട്ട് മാറും? -2 + 5. -2 + 5 എന്ന് പറഞ്ഞാൽ +3 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അഡീഷന്റെയും അതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെയും കേസസ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ നെഗറ്റീവ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായിരിക്കും മോസ്റ്റ്ലി ചെയ്യുന്നുണ്ടായിരിക്കുക? ബിഗർ നമ്പറിന് സ്മോളർ നമ്പർ കുറക്കുക, ബിഗറിന്റെ സൈൻ ഇടുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു കേസ് ഒറ്റ നെഗറ്റീവ് ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസാണ് ഇവിടെ നമുക്ക് ഒറ്റ ഒരു സിംഗിൾ നെഗറ്റീവ് മാത്രമായിട്ട് വരുന്ന കേസസ്. എന്താണ്? നമ്മൾ ബിഗർ നമ്പറിന് സ്മോളർ കുറക്കുക, ബിഗറിന്റെ സൈൻ ഇടുക. 5 - 2 3 ആണ്. ബിഗർ ഇവിടെ പോസിറ്റീവ് ആണ് അല്ലെ? +5 ആണ്. +3 ആൻസർ ആയി. 2 - 5 ബിഗർ - സ്മോളർ 3 ആണ്. ബിഗറിന്റെ സൈൻ -5 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് -3 ആൻസർ ആയി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ബിഗർ നമ്പറിന് സ്മോളർ നമ്പർ മൈനസ് ചെയ്യുക, ബിഗറിന്റെ സൈൻ ഇടുക, -3. ഓക്കെ, ഇവിടെയും സെയിം. 5ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 3 ആണ്. ബിഗറിന്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ +3. അപ്പൊ ആ രൂപത്തിൽ ഒരു നെഗറ്റീവ് മാത്രം വരുന്ന കേസിൽ ബിഗറിന് സ്മോളർ മൈനസ് ചെയ്ത് ബിഗറിന്റെ സൈൻ ഇടുക എന്നുള്ള സാധനം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു. ആ നമ്പർ ലൈൻ റിലേറ്റഡ് ആണ് അതിന്റെ എന്ത് ചെയ്യുന്നത്? ലോജിക്ക് ഒബ്വിയസ്ലി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ ഡിവിഷന്റെയും കേസ് ഒന്ന് നോക്കാം. അത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോർമലി എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുക ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അവിടെ സൈനിൽ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ 5 × -3 നമ്മളൊന്ന് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ 5 × 3 എത്രയാണോ ആൻസർ ചെയ്യുക 15 ആണ്.
ഇവിടെ എത്ര നെഗറ്റീവ് ഉണ്ട് നോക്കുക. ഒരു സിംഗിൾ നെഗറ്റീവ്, അതായത് ഓഡ് നമ്പർ ഓഫ് നെഗറ്റീവ് ആണുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ഉണ്ടാവും. ഇനി നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്, -3 ഇൻറ്റു -8, രണ്ടിനും നെഗറ്റീവ് ഉണ്ട്. അതായത് ഈവൺ നമ്പർ ഓഫ് നെഗറ്റീവ് ആണ്. 3 ഇൻറ്റു 8 24 ആണ്. നെഗറ്റീവ് നെഗറ്റീവ് എന്താവും? ക്യാൻസൽ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ? ഈവൺ നമ്പർ ഓഫ് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ കാര്യമായിട്ട് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സൈനിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓഡ് നമ്പർ ഓഫ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവും. ഇനി ഈവൺ നമ്പർ ഓഫ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു കാര്യം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് അവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഡിവിഷന്റെ കേസിലോട്ട് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഓഡ് നമ്പർ ഓഫ് നെഗറ്റീവും ഈവൺ നമ്പർ ഓഫ് നെഗറ്റീവും അതേപോലെയാണ്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് മാത്രമാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് -5 ഡിവൈഡഡ് ബൈ -2 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 5/2 ഈക്വൽ ആയിരിക്കും. അതായത് നെഗറ്റീവും ക്യാൻസൽ ആയി 5/2 വാല്യൂ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ 2.5. ഓക്കെ. ഇനി എക്സാമ്പിൾ ആയിട്ട് -68 ഡിവൈഡഡ് ബൈ 17 നമ്മുടെ ആൻസർ എത്ര വരിക? -4 ആണ് വരിക. കാരണം ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡിവിഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളത് അഡീഷന്റെ അതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെയും കേസാണ്. അപ്പൊ ആ ഒരു കേസസ് വളരെ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇനി ഏതെങ്കിലും കൺസെപ്റ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമന്റ് ബിലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.